16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. 39 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. നിയമസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനെയാണ് ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുത്തിയത്. 99 വോട്ടുകളാണ് ഷാനിമോൾ ഉസ്മാന് ലഭിച്ചത്. 34 വോട്ടുകളാണ് മുഹമ്മദ് മുഹസിന് ലഭിച്ചത്. 35 അംഗ LDF അംഗങ്ങളിൽ ഒരാൾ സഭയിൽ എത്തിയിരുന്നില്ല. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. UDF MLAമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ എന്നിവരും ഇടത് MLA CK ഹരീന്ദ്രനും സഭയിൽ ഹാജരായില്ല. NDAയുടെ 3 MLAമാരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 1966 ആലപ്പുഴയിലെ തകഴിയിലാണ് ഷാനിമോൾ ഉസ്മാന്റെ ജനനം. MA LLB ബിരുദധാരിയായ അവർ അഭിഭാഷകയായും പ്രവർത്തിച്ചിട്ടുണ്ട്. KSUവിലൂടെ സജീവ രാഷ്ട്രീയത്തിലെത്തിയ ഷാനിമോൾ പിന്നീട് KPCC, AICC അംഗത്വങ്ങളിലേക്ക് ഉയർന്നു. മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷയായും ആലപ്പുഴ നഗരസഭയുടെ അധ്യക്ഷയായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. 2019 AM ആരിഫ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അരൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. അന്ന് UDF ഈ മണ്ഡലം പിടിച്ചെടുത്തിരുന്നെങ്കിലും 2021 പൊതുതെരഞ്ഞെടുപ്പിൽ ദലീമയിലൂടെ LDF മണ്ഡലം തിരിച്ചുപിടിച്ചു. തുടർന്ന് 2026 നടന്ന ശക്തമായ പോരാട്ടത്തിൽ 9324 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ദലീമയെ പരാജയപ്പെടുത്തി ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ വീണ്ടും UDFന്റെ വിജയക്കൊടി പാറിക്കുകയായിരുന്നു.